പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ പാദപീഠത്തിങ്കലായിരിക്കുവാൻ വലിയവനായ ദൈവം തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രഭാതം കൂടി അവശേഷിപ്പിച്ചിരിക്കുന്ന ആ വലിയ കൃപയ്ക്കായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ നിന്നു പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ. നിന്നു പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ. തേൻമൊഴി തൂകുന്ന നിന്റെ പൊന്മുഖം കാൺമാൻ അതിരാവിലെ ഉണർന്നെഴുന്നു തിരുനാമത്തെ സ്തുതിക്കുന്നേ. അതിരാവിലെ ഉണർന്നെഴുന്നു തിരുനാമത്തെ സ്തുതിക്കുന്നു. അന്ധകാരം കൊണ്ടു മൂടപ്പെട്ട ലോകത്തിൽ എന്നെ വീണ്ടെടുത്ത രക്ഷിതാവേ ദിനം മുഴുവൻ സൂക്ഷിക്കാം. വീണ്ടെടുത്ത രക്ഷിതാവേ ദിനം മുഴുവൻ സൂക്ഷിക്കാം. രാം മുഴുവൻ മാർവിലെന്നെ കാത്ത് കൃപയ്ക്കായി ആനന്ദഗീതങ്ങളാലെ തൃപ്പാദങ്ങൾ നമിക്കുന്നേ. ആനന്ദഗീതങ്ങളാലെ തൃപ്പാദങ്ങൾ നമിക്കുന്നേ. ഈ പകലൻ ജീവിതത്തിൽ തെറ്റുപറ്റാതെ രക്തത്താലെ സൂക്ഷിച്ചെന്നെ തൃക്കരത്തിൽ താങ്ങണം. രക്തത്താലെ സൂക്ഷിച്ചെന്നെ തൃക്കരത്തിൽ താങ്ങണം. ജയകരമാം ജീവിതം ഞാൻ ചെയ്തിടുവാനായി അധികാരമുള്ള യേശുവിൻ്റെ തിരുമാർവിൽ ഞാൻ ചാരുന്നു. അധികാരമുള്ള യേശുവിൻ്റെ തിരുമാർവിൽ ഞാൻ ചാരുന്നു. യാഗം കഴിച്ചു നിയമം ചെയ്ത ശുദ്ധന്മാർ നാലാം യാമത്തിൽ ഉണർന്നവർ മോദമോടെ വാഴ്ത്തുന്നു. നാലാം യാമത്തിൽ ഉണർന്നവർ മോദമോടെ വാഴ്ത്തുന്നു. സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ നിന്നും പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ. നിന്നും പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ. ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ വലിയവനായ ദൈവം ചെയ്ത വലിയ ഭാഗ്യത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. പ്രത്യേകാൽ യൂട്യൂബ് ചാനൽ വഴി ആമേൻ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ആമേൻ പ്രാർത്ഥനയോടെ കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം അല്പനിമിഷം ധ്യാനിപ്പാൻ ആമേൻ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 19-ാമത്തെ അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നു. സൈന്യങ്ങളുടെ യഹോവ അവരെ അനുഗ്രഹിച്ചു. എൻ്റെ ജനമായ മിസ്രൈം, എൻ്റെ കൈകളുടെ പ്രവൃത്തിയായ അശൂരും, എൻ്റെ അവകാശമായ ഇസ്രായേലും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് അരുളി ചെയ്യും. പ്രൈസ് ദി ലോർഡ്. വളരെ ചിന്തിക്കുവാനുള്ള, വളരെ ദൂതുകളിലേക്ക് പോകാനുള്ള ഒരു വലിയൊരു അധ്യായമായിട്ടാണ് 25-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ ദൂത് സൈന്യങ്ങളുടെ യഹോവ അവരെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. അവരെ അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. മിസ്രൈമിൻ്റെയും അശൂരിൻ്റെയും ഇസ്രായേലിൻ്റെയും ആമേൻ പ്രൈസ് ദി ലോർഡ് ഒരു അനുഗ്രഹത്തെ ആമേൻ കർത്താവ് പകരുകയാണ്. ഇന്ന് പകലിൽ ആമേൻ സ്തോത്രം. ഇസ്രായേലിൻ്റെ ദൈവം സ്വന്തം ജനത്തെ സ്തോത്രം അനുഗ്രഹിക്കുന്ന ഒരു വലിയ ദൈവപ്രവൃത്തി ഇന്ന് പകൽക്കാലം നമ്മുടെ കൂടാരങ്ങളിൽ ദൈവം അയച്ചുകൊണ്ടിരിക്കുകയാണ്. അനുഗ്രഹത്തിൻ്റെ നാളുകളായിരിക്കും ഇന്ന് പകൽക്കാലം. ദൈവപൈതലെ 23-ാമത്തെ വാക്യം മുതൽ 25-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ അശൂരിലേക്ക് ഒരു പെരുവഴി ഉണ്ടാകും. അശൂർ മിസ്രൈമിലേക്കും മിസ്രൈമർ അശൂരിലേക്കും ചെല്ലും.
മിസ്രൈമിയർ അശൂരിൽ കൂടെ ആരാധന കഴിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ വലിയ മഹത്വവും ഒരാരാധനയും അന്നാളിൽ ഇസ്രായേൽ ഭൂമിയുടെ മധ്യേ ഒരു അനുഗ്രഹമായി മിസ്രൈമിനോടും അശൂരിനോടും കൂടെ ആമേൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒന്നാമതായിരിക്കും. ദൈവപൈതലേ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി ആമേൻ നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടുമ്പോൾ, ദൈവം ചിലരെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും അതിനെ ഒരിക്കലും മാറ്റുവാൻ കഴിയില്ല. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം നമ്മൾ ചിന്തിക്കുമ്പോൾ, ആമേൻ സ്തോത്രം, യെശയ്യാവിന്റെ പുസ്തകം 19-ാമത്തെ അധ്യായം അതിന്റെ 18 മുതൽ 21 വരെ നമ്മൾ ചിന്തിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ വലിയ മഹത്വം ആമേൻ പട്ടണങ്ങളുടെ മേൽ ആമേൻ സ്തോത്രം കനാൻ ഭാഷ സംസാരിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയുടെ സത്യം ചെയ്തു ഒന്നും ആമേൻ ആമേൻ നഗരം എന്ന് പറഞ്ഞ് വിളിക്കപ്പെടത്തക്ക തലത്തിൽ ദൈവം ഒരു പേർ അവർക്ക് വിളിക്കപ്പെടും. ആമേൻ സ്തോത്രം. ദൈവം ദേശത്തെ കൈവശമാക്കുവാനും യാഗപീഠങ്ങൾ പണിത് ദൈവത്തിന് യാഗമർപ്പിക്കുവാനും ആമേൻ സൈന്യങ്ങളുടെ യഹോവയ്ക്ക് ആമേൻ ഒരു അടയാളവും ഒരു സാക്ഷ്യവുമായിരിക്കുമെന്നും ആമേൻ പീഡകന്മാരും ആമേൻ നിമിത്തം അവർ യഹോവയോട് നിലവിളിക്കുമെന്നും അവർ പ്രൈസ് ദി ലോർഡ് അവർക്ക് ആമേൻ ഒരു രക്ഷകനെ അയക്കുമെന്നും അവൻ ആമേൻ പൊരുതി അവരെ വിടുവിക്കുമെന്നൊക്കെ പുസ്തകം എഴുതി വച്ചിരിക്കുമ്പോൾ, നിനക്കും എനിക്കും വേണ്ടി ഒരു രക്ഷകനെ ആമേൻ ഇന്നേക്ക് 2026 വർഷം മുൻപ് ഈ ഭൂപരപ്പിൽ ഒരു രക്ഷകനെ കർത്താവ് കൊണ്ടുവന്നെങ്കിൽ ആമേൻ പ്രവാചകനായ യെശയ്യാപ്രവാചകൻ പ്രവചിച്ചു, ഇതാ നമുക്കൊരു ശിഷ്യനിക്കാൻ പോകുന്നു, അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനാം ദൈവം, അവൻ നിത്യ പിതാവ്, അവൻ സമാധാനത്തിൻ്റെ പ്രഭു എന്ന് പേർ വിളിക്കപ്പെടുമെന്ന് പുസ്തകം നമ്മെ പഠിപ്പിക്കുമ്പോൾ, ഇതാ ഒരു രക്ഷകൻ നിനക്കും എനിക്കും വേണ്ടി അവൻ പ്രവേശിച്ചിട്ടുണ്ട്, ഒരു രക്ഷകൻ നിനക്ക് വേണ്ടി എണീറ്റിട്ടുണ്ട്. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ ആമേൻ 18-ാമത്തെ വാക്യം മുതൽ 19-ാമത്തെ വാക്യവും ആമേൻ ഒരു യാഗപീഠം അതിൻ്റെ മേൽ ആമേൻ ദൈവത്തിൻ്റെ പ്രവൃത്തി അയക്കുന്നതും 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആമേൻ ഒരു രക്ഷകനായി ഒരു മനുഷ്യരെ നിന്റെ ഇടയിലേക്ക് അയക്കുമെന്ന് 20-ാമത്തെ വാക്യത്തിലേക്ക് വിളിച്ചു പറയുമ്പോൾ, കഴിഞ്ഞ ആമേൻ മണിക്കൂറുകളിൽ ദൈവപൈതലേ ആമേൻ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ആമേൻ യാഗവും ആമേൻ വഴിപാടുകളും കഴിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി ആമേൻ ജനം ആമേൻ കൈകൾ ഉയർത്തുമ്പോൾ സൗഖ്യമില്ലാതിരിക്കുന്ന വ്യക്തികൾക്ക് ദൈവം സൗഖ്യമയക്കുകയും ആമേൻ സ്തോത്രം സൗഖ്യമില്ലാതെ ആമേൻ എന്ത് കഴിച്ചിട്ടും സൗഖ്യമില്ല, എത്ര ആമേൻ ആമേൻ ഉപവസിച്ചിട്ടും ആ വിഷയത്തിന് മറുപടിയില്ല, എത്ര ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും ആ വിഷയത്തിന് വിടുതലില്ല. അങ്ങനെയെങ്കിൽ ആമേൻ 22-ാം വാക്യം പറയുന്നു, ആമേൻ പ്രാർത്ഥന കേട്ട് അവരെന്ത് ചെയ്യും? സൗഖ്യമാക്കുകയും ചെയ്യും. നിന്റെ പ്രാർത്ഥന കേൾക്കാൻ പോകയാ. അവരുടെ പ്രാർത്ഥന കേട്ടു. ആരുടെ പ്രാർത്ഥന? രക്ഷകനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന. ആമേൻ സ്തോത്രം. ആമേൻ അശൂരിന്റെ പ്രാർത്ഥന, ഇസ്രായേലിന്റെ പ്രാർത്ഥന, സൗഖ്യമാക്കുന്ന പ്രാർത്ഥന, വിടുതലിന്റെ പ്രാർത്ഥന. ഇന്ന് പകൽക്കാലം നിന്റെ പ്രാർത്ഥനയുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവം ആഗതനായിട്ടുണ്ട്. സ്തോത്രം. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ഏതു വിധമാണ്? ആമേൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവപൈതലേ ആമേൻ സ്തോത്രം. സെബന്യാവിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം നിങ്ങൾ പഠിക്കുമ്പോൾ, എന്നാൽ ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 12-ാമത്തെ അധ്യായത്തിൻ്റെ ആമേൻ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 12-ാമത്തെ അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങളിലേക്ക് ഇങ്ങനെ വരുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും, നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സകലത്തിൻ്റെ മേലും ഒരു അനുഗ്രഹം. അബ്രഹാമിൻ്റെ തലമുറകളുടെ സമയത്തും അബ്രഹാമിന് ദൈവം കൊടുത്ത അനുഗ്രഹം. കാരണം ആമേൻ സ്തോത്രം, ശത്രുപാളയത്തിലായിരുന്ന ലോത്തിനെ ആമേൻ വിടുവിച്ചുകൊണ്ട് വരുമ്പോൾ അബ്രഹാം സകലത്തിൽ നിന്നും മൽക്കീസദേക്കിന്, ശാലേം രാജാവായിരിക്കുന്ന മൽക്കീസദേക്കിന് സകലത്തിൽ നിന്നും 10-1 ദശാംശമായി അബ്രഹാം കൊടുത്തപ്പോൾ
കർത്താവ് പറയുക, ഞാൻ നിന്നെ എന്ത് ചെയ്യും? വലിയൊരു ജാതിയാക്കും. പ്രൈസ് ദി ലോർഡ്. വലിയൊരു ജാതി, ഈ ഭൂപരപ്പിൽ ഇതുവരെ ഇല്ലാത്തൊരു ജാതിയാക്കി, ഒരു വലിയൊരു വംശമാക്കി, വലിയൊരു കുടുംബമാക്കി, വലിയൊരു സംരംഭമാക്കി ഞാൻ നിന്നെ മാറ്റും. ഇത് വെറും വാക്കല്ല ദൈവ പൈതലേ. ദൈവം ഒരു മനുഷ്യനോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു വാക്ക് ഒരു മനുഷ്യനോട് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ വാക്ക് മാറത്തില്ല. സ്തോത്രം. ആ വാക്ക് മാറാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം പറഞ്ഞത് ഒരു മനുഷ്യനല്ല, നമ്മുടെ കർത്താവാണ് ആ വാക്ക് പറഞ്ഞിരിക്കുന്നത്. ആ വാക്ക് കർത്താവ് പറഞ്ഞെങ്കിൽ ഉറപ്പായിട്ടും ആ വാക്ക് പാലിക്കാൻ എൻ്റെ കർത്താവ് ശക്തനാണ്. ആമേൻ. നോയിക്കേ, ആമേൻ. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 23-ാമത്തെ വേദാംശത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ആമേൻ, കരുണയ്ക്കായി, അല്ലെങ്കിൽ ആമേൻ, ഞാൻ അതിനെ എനിക്കായി ദേശത്ത് വിതയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ കരുണ കാണിക്കും എൻ്റെ ജനം. ആമേൻ. അല്ലാത്തവരോടും നീ എൻ്റെ ജനം എന്ന് ഞാൻ പറയും, നീ എൻ്റെ ദൈവം എന്ന് ആമേൻ അവരും എന്ത് ചെയ്യും? പറയും. അപ്പോൾ ദൈവം അവരെ ചില കരുണയിൽ കൂടെ, ചില വിതയിൽ കൂടെ, ചില കൊയ്ത്തിൽ കൂടെ ദൈവം ജനത്തെ അനുഗ്രഹിക്കാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്റെ വിതയെ വലുതാക്കും. ദൈവ പൈതലേ, നിന്നെ ദൈവം അനുഗ്രഹിക്കും. ആരൊക്കെ പറഞ്ഞാലും, ആരൊക്കെ നിന്നെ പേടിപ്പിക്കാൻ നോക്കിയാലും, ആമേൻ, ആരെല്ലാം നിന്നെ മാറ്റി നിർത്തിയാലും, ആമേൻ, സ്തോത്രം, അന്നാളിൽ മിസ്രയീമിൽ നിന്ന് അശ്ശൂരിലേക്ക് ഒരു പെരുവഴി ഉണ്ടാകും. ഇന്ന് പകൽ എവിടെയാണോ ശത്രു തലപൊക്കിയിരിക്കുന്നത്, ആമേൻ, ശത്രു അകത്തളങ്ങളിൽ അവൻ്റെ അധർമ്മപാളയത്തിനകത്ത് പുകഴ്ത്തി വച്ചിരിക്കുന്ന സകല നന്മകളും പ്രാർത്ഥിക്കുന്നവൻ്റെ കൂടാരത്തിൽ ദൈവം അയക്കുമെന്ന് പറഞ്ഞാൽ, ഇന്ന് പകലിൽ അടങ്ങിയിരിക്കാനല്ല ദൈവം വിളിച്ചത്. വാഴ്ത്തത്വമുള്ളവൻ വീട്ടിൽ ചുരുങ്ങിയിരിക്കാൻ വേണ്ടിയല്ല ദൈവം വിളിച്ചത്. വാഴ്ത്തത്വമുള്ളവൻ ആമേൻ അവൻ വലത്തോട്ടും ഇടത്തോട്ടും പരക്കും, അവന് ദൈവം അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. നോയിക്കേ, ഒരു പെരുവഴി നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ആമേൻ. നിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തും. ദൈവം ചില നന്മകൾ നിനക്ക് വേണ്ടി തുറക്കും. ഇതൊന്നും വെറും വാക്ക് പറയുന്നതല്ല കർത്താവ്. ആമേൻ. ആവർത്തന പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, ആവർത്തന പുസ്തകത്തിനകത്ത് 32-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് പറയുന്നു, ആമേൻ, സ്തോത്രം, യഹോവയുടെ ആമേൻ, സ്തോത്രം, അംശം അവൻ്റെ ജനവും യാക്കോബ് അവൻ്റെ അവകാശവും ആകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി തൻ്റെ ഭക്തന്മാരിൽ കൂടെ ആമേൻ വെളിപ്പെടുമ്പോൾ, ദൈവകുഞ്ഞെ, ഇന്ന് പകലിൽ നിന്നെ ചുറ്റുവളയുന്ന ഏത് പ്രതികൂലമാണെങ്കിലും അതിനകത്ത് നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ കർത്താവിനറിയാം. അതാ പറയുന്ന വാക്യം പറയുന്നത്, കഴുകൻ തൻ്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കുന്നത് പോലെ ആമേൻ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തൻ്റെ ചിറകിന്മേൽ വഹിച്ച്, തൻ്റെ ചിറകിന്മേൽ അവനെ വഹിച്ച്, ആമേൻ, യഹോവ തനിയെ അവനെ നടത്തി. അവനോട് കൂടെ അന്യ ദൈവം ഉണ്ടാകുകയില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്നെ തനിയെ നടത്താൻ പോകുന്നു. ദൈവം നിന്നെ ദേശത്തിൽ മാത്രമല്ല രാജ്യങ്ങളിൽ ദൈവം നിന്നെ തനിയെയാക്കി വച്ചാലും നീ ഭാരപ്പെടണ്ട. നിന്നെ കഴുകന്റെ പുറത്തു വച്ച് ദൈവം പറപ്പിച്ചതുപോലെ നിന്നെ ദൈവം ചിറകിൽ വഹിച്ച് പറക്കുന്ന നാളുകൾ വിദൂരമല്ല ദൈവ പൈതലേ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആമേൻ ഇവിടെ പറയുന്നത്, സൈന്യങ്ങളുടെ യഹോവ അവരെ അനുഗ്രഹിച്ചു. സ്തോത്രം. അനുഗ്രഹിക്കാമെന്നല്ല, അനുഗ്രഹിച്ചു. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ദൈവം ജനത്തെ അനുഗ്രഹിക്കണം. ദൈവകൃപ ഈ ജനത്തെ പൊതിയണം. അത്ഭുതങ്ങളെ ചെയ്താട്ട്
കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.